വെസ്റ്റ്റോസിൻ്റെ ലോകം ഒരു പുതിയ ശക്തി ഉണരുന്നു. തണുപ്പിനെയും അഗ്നിയെയും മറികടന്ന് ഡ്രാഗണുകളുടെ ആത്മാവിൽ നിന്ന് ജനിച്ചൊരു ഫോൺ. ഗെയിം ഓഫ് ത്രോൺസ് എല്ലാവർക്കും സുപരിചിതമായ ഒരു പേരായിരിക്കും അത്. 2011 മുതൽ 2019 വരെ HBO ചാനൽ സംപ്രേഷണം ചെയ്ത ജോർജ് R.R. മാർട്ടിൻ എഴുതിയ എ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന ഒരു നോവൽ പരമ്പരയെ ആധാരമാക്കി നിർമ്മിച്ച ഒരു മഹാകാവ്യമാണത്. അധികാരത്തിനായിട്ടുള്ള മനുഷ്യന്റെ അതിയായ ആഗ്രഹത്തെയും ധർമാധർമ്മങ്ങളുടെയും ശക്തിയുടെയും നിസ്സംഗതയുടെയും ഒക്കെ തമ്മിലുള്ള പോരാട്ടം വളരെ യഥാർത്ഥമായി അവതരിപ്പിച്ച ഒരു മഹാകാവ്യമാണിത്. ആ ഒരു മഹാകാവ്യത്തെ ഇഷ്ടപ്പെടുന്നവർ ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അത്തരക്കാർക്കായിട്ട് അവരുടെ ഗെയിം ഓഫ് ത്രോൺ കളക്റ്റബിൾസിലേക്കായിട്ട് റിയൽമി അവതരിപ്പിക്കുകയാണ് ദ വേൾഡ്സ് ഫസ്റ്റ് ഗെയിം ഓഫ് ത്രോൺ കസ്റ്റമൈസ്ഡ് ഫോൺ. അപ്പോൾ അവർക്കായിട്ട് റിയൽമി ഇന്ന് ലോഞ്ച് ചെയ്ത റിയൽമി 15 Pro ഗെയിം ഓഫ് ത്രോൺ ലിമിറ്റഡ് എഡിഷൻ ഫോണാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതുപോലെ ഒരു റോയൽ ലുക്കിലുള്ള ബോക്സിലാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. ഇതും ഒരു ലിമിറ്റഡ് എഡിഷനാണ്. സൈഡൊക്കെ നോക്കിയാൽ ഒരു പൗരാണികത്വം തോന്നുന്നില്ലേ? ഇനി ഇത് തുറന്നാലോ ദ ഗെയിം ഓഫ് ത്രോൺസിലെ വെസ്റ്റോറസ് എന്ന സാങ്കല്പിക ലോകത്തിൻ്റെ ഒരു മിനിയേച്ചർ തന്നെ ഇവിടെ കാണാം. ഇതിന് നടുവിലായി ആ വെസ്റ്റോറസിലെ 7 രാജ്യങ്ങളുടെ സാങ്കല്പിക രാജാവിൻ്റെ സിംഹാസനമായ ദി ആൻത്രോൺ കാണാം. 1000 വാളുകളും കത്തികളും കൊണ്ട് നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്ന ആ ഇരുമ്പ് സിംഹാസനം ഇവിടെ നമുക്ക് ഒരു മൊബൈൽ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ 2 സൈഡിലുമായി ഈ കഥയിലെ പ്രധാന കുടുംബാംഗങ്ങളായ സ്റ്റാർ കുടുംബത്തിൻ്റെയും ടാർഗേറിയൻ കുടുംബത്തിൻ്റെയും അവരുടെ വിവരങ്ങളും ഫോട്ടോകളും കാണാം. ഈ ബോക്സിൻ്റെ ഇടത് സൈഡ് തുറന്നാൽ 80 വാട്ടിൻ്റെ കറുത്ത നിറത്തിലുള്ള ചാർജറും USB കേബിളും കറുത്ത നിറത്തിലുള്ള ബാക്ക് കേസ് കവറും പിന്നെ രാജാക്കന്മാർ എഴുതിയിരുന്ന കത്ത് പോലെ ഒരു സീക്രട്ട് സ്ക്രോൾ ലെറ്ററും യൂസർ മാനുവലും കാണാം. ഈ ലെറ്റർ ഇങ്ങനെ നേരെ തുറന്നു നോക്കിയാൽ ഒന്നും കാണാനാവില്ല. പക്ഷേ ഇതിലൊരു രഹസ്യമുണ്ട്. അത് കാണണമെങ്കിൽ സൂര്യപ്രകാശത്ത് കാണിച്ചാൽ മതി. ഇതിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് ഇതുപോലെ തെളിഞ്ഞു കാണാം. ഇനി വലത് സൈഡിൽ ഇതുപോലെ ഒരു കവറിൽ 2 സെറ്റ് ഗെയിം ഓഫ് ത്രോൺസ് സിമ്പിൾസിൻ്റെ സ്റ്റിക്കറുകളും അതിലെ ക്യാരക്ടറുകളുടെ പോസ്റ്റ് കാർഡ്സ് പിന്നെ കൂടാതെ വെട്ടിത്തിളങ്ങുന്ന കിങ്സ് ഹാൻഡ് കാണാം. ഇത് സിം ഇജക്ടർ കൂടിയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു അടിപൊളി ഫോണും നമുക്കിവിടെ കാണാം. ഇതാണ് റിയൽമി 15 Pro ഗെയിം ഓഫ് ത്രോൺ എഡിഷൻ ഫോൺ. ഇങ്ങനെ നോക്കിയാൽ റിയൽമിയുടെ 15 Pro, പക്ഷേ ഇതിൻ്റെ പുറകുവശം ഒന്ന് നോക്കിയേ. ഇവിടെയും ആ ഒരു റോയൽ ലുക്കും മൊത്തമുണ്ട്. ഇതുപോലൊരു ഡിസൈൻ മുൻപ് ഒരു ഫോണിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പുറകുവശം ക്യാമറയെയും ക്യാമറ യൂണിറ്റിനെയും ചുറ്റി ഗോൾഡൻ നിറത്തിലുള്ള മനോഹരമായിട്ടുള്ള അരികുകളും അതിൻ്റെ പശ്ചാത്തലത്തിൽ നിറയെ ഗെയിം ഓഫ് ത്രോണിലെ സിമ്പിൾസും ഗെയിം ഓഫ് ത്രോൺ എന്ന എഴുത്തും കാണാം. ഈ ക്യാമറ യൂണിറ്റാണ് ഇതിൻ്റെ ഡ്രാഗണായി. ഇനി കുറച്ച് താഴേക്ക് നോക്കിയാൽ ഇവിടെ സർക്കിൾ ഷേപ്പിലായിട്ട് സ്വർണ്ണ നിറത്തിൽ 3D ആയി കൊത്തുപണികളാൽ തീർത്ത ഡ്രാഗൺ ക്ലോ ഡെക്കോ കാണാം. അതിനെ പ്രൊട്ടക്ട് ചെയ്തൊരു ഗ്ലാസുമുണ്ട്. പിന്നെ റിയൽമി എന്ന ബ്രാൻഡിങ്ങും സ്വർണ്ണ നിറത്തിൽ ഇവിടെയുണ്ട്. വേൾഡ്സ് ഫസ്റ്റ് കളർ ചേഞ്ചിങ് ലെതർ ബാക്ക് ഉള്ള ഒരു മൊബൈലാണിത്. 42 ഡിഗ്രിക്ക് മുകളിൽ ചൂട് വന്നാൽ ഡ്രാഗൺ ഫയർ ഡിസൈനുള്ള ഈ ഒരു ബാക്ക് ഇതുപോലെ ചുവന്ന നിറമാകും. ആകെ മൊത്തത്തിലൊരു റോയൽ ലുക്കില്ലേ. ഫോണിൻ്റെ അരികുകളും ഗോൾഡ് നിറത്തിൽ മാറ്റ് ഫിനിഷാണ്. തിക്നെസ് നന്നേ കുറവ്. അതായത് കൃത്യമായി പറഞ്ഞാൽ 7.69 mm മാത്രം. പക്ഷേ ഇതിനകത്തായി റിയൽമി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ഫോണുകളിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള 7000 mAh ടൈറ്റാൻ ബാറ്ററിയാണ്. ഇനി ഫോണൊന്ന് ഓണാക്കി നോക്കിയേ. ഗെയിം ഓഫ് ത്രോണിലെ ടാർഗേറിയൻ ഡ്രാഗൺ തീമിൽ തീർത്തിരിക്കുന്ന UA ആണിത്. ലോക്ക് സ്ക്രീൻ ആയാലും വാൾപേപ്പർ ആയാലും ഐക്കൺസ് ആയാലും എല്ലാം ഫുൾ ആ ഒരൊറ്റ വൈബ്. കാണാനുള്ള ലുക്ക് മാത്രമല്ല, ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ്. 144 Hz റിഫ്രഷ് റേറ്റുള്ള 4D കർവ് പ്ലസ് ഡിസ്പ്ലേ ആണ് ഇതിന്. എഡ്ജുകളൊക്കെ നല്ല കർവഡ് ആയിട്ടുള്ള 6500 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള 1.5K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണിത്. പെർഫോമൻസിനായിട്ട് സ്നാപ്ഡ്രാഗൺ 7th Gen 4nm പ്രോസസ്സറും 12 GB റാമും പിന്നെ 14 GB എക്സ്റ്റൻഡും. പെർഫോമൻസ് സ്കോർ നോക്കിയാൽ 11 ലക്ഷത്തിലും അധികമുണ്ട്. വേറെ എന്ത് വേണം? ഇനി ഗെയിം കളിക്കുമ്പോൾ മാക്സിമം പെർഫോമൻസും കിട്ടാനായിട്ട് GT ബൂസ്റ്റ് 3.0യും AI ഗെയിമിംഗ് കോച്ച് 2.0യും ഇതിലുണ്ട്. ക്യാമറയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും പൂട്ടിയെടുക്കാവുന്ന ഫോണാണ്. അൾട്രാ വൈഡുള്ള 50 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും സോണിയുടെ IMX896 OIS മെയിൻ സെൻസറോട് കൂടിയ ട്രിപ്പിൾ ക്യാമറ യൂണിറ്റാണുള്ളത്. അത് 50 മെഗാപിക്സലിൻ്റെ AI ക്യാമറകൾ. റിയർ ക്യാമറ ഉപയോഗിച്ചും സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ടും നമുക്ക് 4K റെസൊല്യൂഷനിൽ വീഡിയോകൾ റെക്കോർഡ് ചെയ്യാം. അതും 60 ഫ്രെയിം പെർ സെക്കൻഡിൽ തന്നെ നമുക്ക് 2 ക്യാമറകൾ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും. AI പാർട്ടി മോഡ്, AI മാജിക് ലോ 2.0, AI എഡിജിനി അങ്ങനെ തുടങ്ങി വീഡിയോയും ഫോട്ടോയും ഒക്കെ ക്യാപ്ചർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും നിരവധി AI ഫീച്ചേഴ്സും ഇതിലുണ്ട്. ഫോട്ടോസ് ചിലത് ഞാനിവിടെ സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഓഡിയോ സെഗ്മെൻറ്റും ഇതുപോലെ തന്നെ മികച്ച പെർഫോമൻസ് തരുന്നതാണ്. നല്ലൊരു മ്യൂസിക് ആസ്വാദനത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഓഡിയോ ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് തരുന്നത്. ജസ്റ്റ് ഒന്ന് കേട്ടോക്കാം.
Abedi, Esma Abedi, Esma Abedi. ഗെയിം ഓഫ് ത്രോൺസ് എന്ന വിശ്വമഹാകാവ്യത്തെ അനുസ്മരിപ്പിക്കുന്ന ആ ഒരു മഹാകാവ്യത്തിലെ നായിക വില്ല കഥാപാത്രങ്ങളുടെ ആ ഒരു പെർഫോമൻസ് ഒരുമിച്ച് ആവാഹിച്ചെടുത്ത ഒരു ഫോണാണ് റിയൽമി 15 Pro ഗെയിം ഓഫ് ത്രോൺസ് ലിമിറ്റഡ് എഡിഷൻ. അപ്പോൾ ഈ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ സ്വന്തമാക്കുക എന്നതിനപ്പുറം ഐക്കോണിക്കായ ഒന്നിനെ സ്വന്തമാക്കി ഓർമ്മയിൽ സൂക്ഷിക്കുക എന്നൊരാഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വില എത്രയാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, കാരണം ഞാൻ വീഡിയോ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഇന്നാണ് ലോഞ്ച് ചെയ്യുന്നത്. വില നമുക്ക് ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ടാവുള്ളൂ. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ വില കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്താണ്, അത് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടാം. നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. Own your real